യെസ് ഹായ് മക്കളെ, ഹായ് ഹായ്, ഗുഡ് ഈവനിങ്. ഓക്കെ, മക്കൾക്ക് ഇപ്പോൾ സ്റ്റഡി സർക്കിളിൽ മിസ്സായിരിക്കും. ക്ലാസ്സിന് മക്കളുടെ സ്വന്തം സാറ് വരുന്നതായിരിക്കും കേട്ടോ. ഓക്കെ അല്ലേടാ? 6:30 നമ്മുടെ ക്ലാസ്സിന് സുനിൽ സാറ് വരും. ഇപ്പം സ്റ്റഡി സർക്കിളിന് മിസ്സായിരിക്കും കേട്ടോ ഉണ്ടാവുക കേട്ടോ. ഏത് രീതിക്ക് വേണമെങ്കിലും നമുക്ക് ക്വസ്റ്റ്യൻസ് എക്സാമിന് പ്രതീക്ഷിക്കാവുന്നതാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, അതായത് ആക്ടിവിറ്റി 2 ആയിട്ട് വരുന്നത് തോട്ടാണ് കേട്ടോ. ഏതൊക്കെ രഞ്ജിയുടെ ചാപ്റ്ററിൽ നിന്നുള്ള തോട്ടാണ്. ഒരാളെ വിളിച്ച സാറേ നമുക്ക്. സമർ. ഹലോ സമർ, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ഓക്കേടാ, നമ്മൾ രഞ്ജിയുടെ ചാപ്റ്ററിൽ നിന്ന് ഏത് രീതിക്കുള്ള തോട്ടാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്? രഞ്ജിയുടെ എന്താ ഫൈനൽ മാച്ച് ഉണ്ടാവൂലേ, ഫൈനൽ മാച്ചിന് ലക്കി ബാറ്റ് കാണാണ്ടായപ്പോ പിന്നെ ലക്കി ബാറ്റ് ഇല്ലാണ്ട് കളിക്കേണ്ടി വന്നു. അപ്പൊ ആള് എന്നിട്ടുണ്ടായ വിഷമൊക്കെ അതായിരുന്നോ നമ്മൾ ഇത് ഈ ക്വസ്റ്റ്യൻ നീ വായിച്ചതല്ലേടാ? ഈ ക്വസ്റ്റ്യൻ അല്ല, ഈ ക്വസ്റ്റ്യൻ വായിക്കാനല്ല ഞാൻ പറഞ്ഞത്. നമ്മൾ ആക്ടിവിറ്റി ഏതാണ് നമ്മൾ പഠിച്ച് കൈ വെച്ചേക്കണേ എന്നാണ് മിസ് ചോദിച്ചത്. അപ്പം പഠിച്ച രഞ്ജിയുടെ ചാപ്റ്ററിലെ തോട്ട് ഏതായിരുന്നു? രഞ്ജിയുടെ ബാറ്റ് മിസ്സായിപ്പോ എന്നിട്ട് മിസ്റ്റർ കുമാറിനോട് പറയണേക്കാ മുമ്പത്തെ തോട്ട്സ്. ഓക്കെ, അങ്ങനത്തെ തോട്ടാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. വേണമെങ്കിൽ ഇങ്ങനെയും വേണമെങ്കിൽ നമുക്ക് എക്സാമിന് ചോദിച്ചൂടെ? രഞ്ജിയുടെ ബാറ്റ് മിസ്സായി കഴിഞ്ഞതിന് ശേഷം മാച്ചിന് പോകുന്നതിന് മുൻപ് രഞ്ജി വിചാരിക്കാവുന്ന തോട്ട് എന്തൊക്കെയാണ് എന്ന് എക്സാമിന് ചോദിച്ചൂടെ? അങ്ങനെയാണെങ്കിൽ ആർക്ക് ആൻസർ ചെയ്യാൻ പറ്റും? ഒരാൾ ആരാണ് ആ ആൻസർ ചെയ്യാൻ വേണ്ടി വരുന്ന ആള്? ആർക്കെങ്കിലും കിട്ടോടാ? ആൻസർ ചെയ്യാൻ കിട്ടുമോ മക്കൾക്ക്? ഇല്ലെങ്കിൽ മിസ് തന്നെ കാണിച്ചാലാ കേട്ടോ. ആർക്കെങ്കിലും കിട്ടോ സാറേ? നോക്കിയേ, ആർക്കെങ്കിലും കിട്ടോ? യെസ്, നമുക്ക് നോക്കാം കേട്ടോ. യെസ്, താഴെ തന്നെ ചോദ്യം ഒന്നും കൂടി മിസ് വായിച്ചുതരാം. റൈറ്റ് ഡൗൺ വാട്ട് രഞ്ജി മൈറ്റ് ബി തിങ്കിങ് വെൻ ഹി സ്റ്റെപ്പ് ഔട്ട് to bat in the final match without a lucky bat. ലക്കി ബാറ്റ് ഇല്ലാതെ അവർ ഇഷ്ടപ്പെട്ട ആ ഒരു ലക്കി ബാറ്റ് അല്ലേ, ആ ലക്കി ബാറ്റ് ഇല്ലാതെ ഫൈനൽ മാച്ചിലേക്ക് രഞ്ജി കടന്ന് ചെല്ലുകയാണെങ്കിൽ ആ സമയത്ത് അവൻ ആലോചിക്കുന്ന കാര്യങ്ങൾ എന്തായിരിക്കും? ഇപ്പം നമ്മുടെ രഞ്ജിയുടെ കയ്യിൽ ലക്കി ബാറ്റ് ഇല്ല. ലക്കി ബാറ്റ് ഇല്ലാത്ത സമയത്ത് രഞ്ജി ചെല്ലുമ്പോൾ അവൻ ആലോചിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കാം എന്നാണ് ചോദിക്കുന്നത് കേട്ടോ. നോക്കിക്കേ, എന്തൊക്കെ കാര്യങ്ങളാണ് ചിന്തിക്കണേ നോക്കിയേ. ഓ മൈ ഗോഡ്, വാട്ട് ഷുഡ് ഐ ഡു നൗ? എന്താണ്? എൻ്റെ ദൈവമേ, ഞാൻ എന്ത് ചെയ്യും? ഐ ഡോണ്ട് ഹാവ് ദാറ്റ് മാജിക് ബാറ്റ് വിത്ത് മീ ടുഡേ. എന്താണ്? എൻ്റെ കയ്യിൽ ഇന്ന് എന്തില്ല? ആ മാജിക് ബാറ്റ് ഇല്ല. വിത്തൗട്ട് ഇറ്റ് വിൽ ഐ ഗെറ്റ് ഔട്ട് ഫോർ എ ഡക്ക് അഗെയിൻ? അപ്പോൾ ആ മാജിക് ബാറ്റ് ഇല്ലാതെ എനിക്കിനി വീണ്ടും ജയിക്കാനായിട്ട് സാധിക്കുമോ? വിൽ മൈ ടീം ലോസ് ബിക്കോസ് ഓഫ് മീ? എൻ്റെ ടീം ഞാൻ കാരണം പോകുമോ? അല്ലെ എന്താണ്, തോറ്റു പോകുമോ? ബട്ട് വെയിറ്റ്, ഒരു കാര്യം കൂടി ഉണ്ടല്ലോ. പക്ഷേ ഒരു കാര്യമുണ്ട്. മിസ്റ്റർ കുമാർ ക്ലിയർലി ടോൾ മീ ദാറ്റ് ദ ബാറ്റ് ഹാസ് നോ മാജിക് അറ്റ് ഓൾ. അപ്പോൾ പറയാണ്, പക്ഷെ മിസ്റ്റർ കുമാർ എന്നോട് പറഞ്ഞിരുന്നല്ലോ ആ ബാറ്റിന് യാതൊരു വിധത്തിലുള്ള മാജിക്കൽ പവറും ഇല്ല എന്നുള്ളത്. ഇഫ് ദ ബാറ്റ് ഹാസ് നോ മാജിക്, ആ ബാറ്റിന് മാജിക്കൽ പവർ ഇല്ലെങ്കിൽ then why should I be afraid? അപ്പോൾ ആ ബാറ്റിന് മാജിക് പവർ ഇല്ലെങ്കിൽ ഞാൻ എന്തിനു പേടിക്കണം? ഇറ്റ് ഈസ് ഓൺലി എ ബാറ്റ്. അത് വെറും ഒരു ബാറ്റാണ്, നത്തിങ് മോർ. വേറെ ഒന്നുമില്ല. ദ റിയൽ സ്ട്രെങ്ത് ഈസ് ഇൻ മീ. ശരിക്കുള്ള സ്ട്രെങ്ത് എവിടെയാണ്? എൻ്റെ ഉള്ളിലാണ്. ഐ ഹാവ് പ്രാക്ടീസ്ഡ് വെൽ ആൻഡ് ഐ ഹാവ് കോൺഫിഡൻസ്. ഞാൻ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്, എനിക്ക് നല്ല കോൺഫിഡൻസും ഉണ്ട്. ഐ മസ്റ്റ് ബിലീവ് ഇൻ മൈ സെൽഫ്. ഞാൻ എന്ത് ചെയ്യും? ഞാൻ എന്നെ എന്തായാലും വിശ്വസിച്ചിരിക്കും. ഫേസ് ദ ബ്രോവേഴ്സ് ബ്രേവറി ആൻഡ് പ്ലേ മൈ ബെസ്റ്റ്. ഞാൻ എന്ത് ചെയ്യും? നല്ല പോലെ അല്ലേ, ബൗളറായി നല്ല എന്താണ് ഒരു ബ്രേവായിട്ട് ധൈര്യത്തോടെ ബൗൾ ചെയ്യും. ഞാൻ എൻ്റെ ബെസ്റ്റ് ഗെയിമിൽ കൊടുക്കും. യെസ്, ഐ ക്യാൻ ഡു ഇറ്റ്. എന്നെ കൊണ്ട് സാധിക്കും. ഐ വിൽ സ്കോർ റൺസ് ആൻഡ് ഹെൽപ്പ് മൈ ടീം. ഞാൻ എന്ത് ചെയ്യും? നല്ല പോലെ സ്കോർ നേടും, എൻ്റെ ടീമിനെ വിജയിപ്പിക്കും. മക്കൾ ഈ ക്വസ്റ്റ്യൻ ഒന്ന് മാർക്ക് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ. മക്കളുടെ ഉള്ളതല്ല, മിസ് പുറത്തുനിന്ന് കൊണ്ടുവന്ന കേട്ടോ. ക്വസ്റ്റ്യൻ ആയും തന്നെ കാണിക്കാം. ആ ക്വസ്റ്റ്യൻ ഒന്ന് എടുത്ത് വെക്കാം, അതോടൊപ്പം തന്നെ ആൻസറും കൂടി ഒന്ന് എടുത്ത് വെക്കാം കേട്ടോ. യെസ്, ഓക്കെ, ഇത് നമ്മൾ നോക്കിയതാണല്ലേ. അങ്ങനെയാണെങ്കിൽ വേറൊരു ആക്ടിവിറ്റി നമുക്ക് നോക്കാം. എഡിറ്റ് ദ പാസേജ് ആണ് കേട്ടോ. എഡിറ്റിംഗ് ആണ്. ഇതാ നോക്കിയടാ, എഡിറ്റിംഗ്. നമുക്കിത് ഇങ്ങനെ ഒരു പുതിയൊരു എഡിറ്റിംഗ് അല്ലേ. ഒരാളെ വിളിച്ച് സാറേ നമുക്കൊന്ന് വായിപ്പിക്കാം അയാളെ കൊണ്ട്. ദേവിക, അൺമ്യൂട്ട് ചെയ്യടാ. വെരി ഗുഡ് ഈവനിങ്. ഒന്ന് വായിച്ചേടാ മോനെ ഈ ഒരു എഡിറ്റിംഗ്. Once upon a time there is a little girl named Lila, who loved to explore the woods behind her house. One day she found a magical tree with leaves that shimmered in every color of the rainbow. Curiously, she touched a leaf, and it whispered a secret to her about the language of flowers. From then on, Lila could understand what the flowers was.
saying, teaching her about kindness and beauty. She grew up to be a botanist, sharing his wisdom of plants with the world. ഓക്കെ യെസ്. ഇതിൽ ഫസ്റ്റ് വൺ ഡാൻസും കൂടി പറയാൻ കിട്ടുമോ മോന്? എന്തായിരിക്കും എന്നുള്ളത്? വൺസ് അപ്പോൺ എ ടൈം ദർ ഈസിന് എന്താ മിസ്റ്റേക്ക്? വാസാണോ വരിക? നീ തന്നെ പറ, ഞാനല്ലല്ലോ. ഒന്ന് പറഞ്ഞു നോക്കി, എന്തായിരിക്കും വരിക? വാസാണോ വരിക? ആയിരിക്കോ? ഉറപ്പ് വരുന്നില്ലല്ലോ. വൺസ് അപ്പോൺ എ ടൈം അല്ലേ, ഒരു സമയത്ത്, ഒരു കാലത്ത് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഇപ്പൊ നടക്കുന്ന കാര്യമാണോ അത്? വൺസ് അപ്പോൺ എ ടൈം, ഒരു സമയത്ത് അല്ലേ, ഒരു സമയത്ത് അവിടെ ഒരാൾ ജീവിച്ചിരുന്നു എന്ന് പറയുമ്പോൾ അത് പാസ്റ്റ് ടെൻസ് ആണല്ലേ. പാസ്റ്റ് ടെൻസിക്ക് വരുമ്പോ ഈസ് ആണോ വരിക? അല്ലല്ലോ. അപ്പൊ എന്ത് വരും? ആൻസർ കറക്റ്റ് ആയിരുന്നു. എന്താ വരിക? വാസ് അല്ലേ. ഫസ്റ്റ് വണ്ണിന്റെ ആൻസർ കിട്ടി, വാസ് എന്നുള്ളത് കേട്ടോ. ഓക്കെ, അടുത്ത ആളെ വിളിച്ചു സാറേ. അനിക. അനിക കുട്ടാ, ഒന്ന് പറഞ്ഞേടാ. ഗുഡ് ഈവനിങ്. അയ്യോ, ഒച്ച കേൾക്കുന്നില്ലടാ, ഇത്തിരി ഒച്ച വോളിയം കൂട്ടി വെക്കോടാ. വേറെ എന്തോ ഒരു സൗണ്ട് ആടാ കേൾക്കുന്നത്, സൗണ്ട് ക്ലിയർ ആവുന്നില്ല കേട്ടോ. ഗിൽബർട്ട്. ഗുഡ് ഈവനിങ് ഗിൽബർട്ട്, ഒന്ന് അൺമ്യൂട്ട് ചെയ്തേടാ. അൺമ്യൂട്ട് ഓപ്ഷൻ വരുമ്പോ ഒന്ന് ക്ലിക്ക് ചെയ്ത് വിടാ കേട്ടോ. യെസ് ആയി. ഓക്കെ മോനെ പറഞ്ഞേടാ, ഇതെന്ത് വരും? എ ലിറ്റിൽ ഗേൾ നെയിം ലീല. എന്താണ് വരിക? എന്താണ് അവിടുത്തെ മിസ്റ്റേക്ക്? പോരട്ടെ, സൗണ്ട് വരുന്നില്ലല്ലോ. മിസ്സിനും സൗണ്ട് ഇല്ലേ, ആർക്കും സൗണ്ട് ഇല്ലേ? എടാ ഒന്ന് സംസാരിച്ച് എന്തേലും ഒന്ന് പറഞ്ഞു. നീ ഒച്ചയുണ്ടോ നോക്കട്ടെ. അറിയില്ല, ഒച്ചയുണ്ടോ അപ്പൊ നിനക്ക്? യെസ് ഓക്കെ. അറിയായൊന്നുമില്ലല്ലോ. ഒന്ന് ശ്രദ്ധിച്ചേ മോന്, കിട്ടും. ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാ കിട്ടും. യെസ്, അത് തന്നെയാടാ കുട്ടാ, അത് തന്നെയാണ് കേട്ടോ. എല്ല് ക്യാപിറ്റൽ ലെറ്റർ വേണം കേട്ടോ. പേരാണല്ലേ ആ കുട്ടിയുടെ, എ ലിറ്റിൽ ഗേൾ നെയ്മഡ് അല്ലേ, ആ കുട്ടിയുടെ പേരാണ്. പേര് നമ്മൾ ക്യാപിറ്റൽ ലെറ്ററിലാണ് കേട്ടോ കൊടുക്കുക. എല്ല് ക്യാപിറ്റൽ ലെറ്റർ കേട്ടോ. LILA. കാരണം സ്പെല്ലിങ്ങിലൊന്നും ഒരു കുഴപ്പമില്ല, ക്യാപിറ്റൽ ലെറ്റർ വേണം എന്നുള്ളത് കേട്ടോ. മിസ്റ്റേക്ക് മോന് കിട്ടി, അറിയില്ല ഒന്നുമില്ല കേട്ടോ, കിട്ടി കേട്ടോ. യെസ്, അങ്ങനെയാണെങ്കിൽ അടുത്ത ആളെ വിളിച്ചു സാറേ. ആൻ. ഗുഡ് ഈവനിങ്. വെരി ഗുഡ് ഈവനിങ്. ഇതൊന്ന് പറഞ്ഞു കൊടുത്തേടാ. അങ്ങനെയാണെങ്കിൽ എന്താ വരിക എന്നുള്ളത്? ലീവ്സിന് എന്താ മിസ്റ്റേക്ക്? സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ്. എന്താണ് വരിക? LEAVES ആണല്ലേ വരിക. പക്ഷെ ഇത് ആക്ച്വലി സ്പെല്ലിംഗ് മിസ്റ്റേക്കിന്റെ അല്ല പ്രശ്നം. ഈ ലീഫും കറക്റ്റ് തന്നെയാണ് കേട്ടോ. ഇത് എന്താണ്? കുറെ പ്ലൂറലും സിംഗുലറും തമ്മിലുള്ള വ്യത്യാസമാണ് കേട്ടോ. ഒരെണ്ണം എന്ന് പറയുമ്പോൾ ലീഫ്, ഈ ലീഫും, ഒരുപാട് എന്ന് പറയുമ്പോൾ LEAVES എന്ന് പറയുന്ന ലീവ്സും കേട്ടോ. ഒരു മരത്തിൽ ഒരു ഇല മാത്രമല്ലല്ലോ ഉണ്ടാവുക, ഒരുപാട് ഇലകൾ ഉണ്ടാവും അല്ലേ. അപ്പൊ അതുപോലെ അങ്ങനെ പറയുന്നത് കേട്ടോ. ലീഫ് സംഭവം കറക്റ്റ് ആയിരുന്നു കേട്ടോ. ലീഫ് എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് യെസ് കറക്റ്റ് ആണ്. അങ്ങനെയാണല്ലോ അടുത്ത ആളെ വിളിച്ച് സാറേ. സൈറ. ഗുഡ് ഈവനിങ്. സൈറ കുട്ടാ, ഇവിടെ എന്താ മിസ്റ്റേക്ക് എന്നൊന്ന് പറഞ്ഞു കൊടുത്തേടാ. അയ്യോ കേൾക്കുന്നില്ലടാ, എന്താടാ പറഞ്ഞിരുന്നു ആൻസർ? ഇല്ല. എന്താണ് ആൻസർ വരിക? ഒന്ന് ആലോചിച്ച് നോക്കി. നേരത്തെ അറിയില്ല എന്ന് പറഞ്ഞിട്ട് അവൻ ആൻസർ കറക്റ്റ് പറഞ്ഞു. അതുപോലെ എന്തായിരിക്കും വരിക എന്നൊന്ന് ആലോചിച്ച് നോക്കി. കിട്ടും. കിട്ടുന്നില്ല അല്ലേ? വാസ്നുണ്ട്. വാസ്നല്ല, അവിടെ വേറൊരു സാധനമാണ്. അതെന്തായിരിക്കും ഒന്ന് ആലോചിച്ച് നോക്കും കേട്ടോ. അപ്പോഴേക്കും വേറൊരാളെ വിളിക്കുന്ന. അങ്ങനെയാണെങ്കിൽ ഫാത്തിമ. ഫാത്തിമ കുട്ട, ഗുഡ് ഈവനിങ്. ഇവിടെ വാസിന് എന്താടാ മിസ്റ്റേക്ക് ഉള്ളത്? വാസ് അല്ലല്ലോ അവിടെ. ഈസെന്ന് തന്നാൽ വാസ് എന്നായിരിക്കുന്നത് നമുക്കൊരു പ്രഡിക്ഷൻ ഉണ്ടല്ലേ. പക്ഷെ വാസെന്ന് തന്നാൽ എന്തായിരിക്കും അവിടെ? വേറാണ് കേട്ടോ. അത് തന്നെയാണ് കറക്റ്റ് ആൻസർ. WERE അല്ലേ. ഈസ് തന്നാൽ വാസായിരിക്കുന്ന ഒരു പ്രഡിക്ഷൻ ഉണ്ട്. പക്ഷെ വാസ് വന്നാൽ എന്താണെന്നുള്ള ഡൗട്ട് ആണ് അല്ലേ. വാസിനല്ല ഇവിടെ വരുന്നത്, ഇവിടെ വേറെന്നുള്ളതാണല്ലേ വരേണ്ടത്. ലീല വുഡ് അണ്ടർസ്റ്റാൻഡ് വാട്ട് ദ ഫ്ലവേഴ്സ് വേർ സേയിങ് അല്ലേ. പ്ലൂരൽ ആണ് വരേണ്ടത് കേട്ടോ. അതാണ് മിസ്റ്റേക്ക് കേട്ടോ. എക്സ്പ്ലനേഷൻ മിസ് ലാസ്റ്റ് ഒന്നും കൂടി പറഞ്ഞു തരാം കേട്ടോ. ഇവിടെ എങ്ങനെയൊക്കെയാണ്, എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ വന്നതെന്നുള്ള ഒന്നും കൂടി പറഞ്ഞു തരാം കേട്ടോ. ഒരാളെയും കൂടി വിളിച്ചേ സാറേ. ദർശന. ദർശന മോളെ പറഞ്ഞിടാ. ആൻ ബോട്ടണിസ്റ്റ് എന്നുള്ളതാണ് ഇവിടെ ചോദിച്ചേക്കുന്നത്. ആൻ ബോട്ടണിസ്റ്റ് ആണോ വേറെ എന്തെങ്കിലും ആണോ അവിടെ വരിക? എന്താണ് മിസ്റ്റേക്ക്? എ ബോട്ടണിസ്റ്റ് അല്ലേ. എന്തുകൊണ്ടായിരിക്കും? ഭയങ്കര ഉറപ്പിൽ പറഞ്ഞല്ലോ, പ്രത്യേകിച്ച് ഡൗട്ട് ഒന്നും ഇല്ലാണ്ട് എ ബോട്ടണിസ്റ്റ് എന്ന് പറഞ്ഞല്ലോ. ബോട്ടണിസ്റ്റ് ആണല്ലേ.
എന്താണ് ബി ബോട്ടണിസ്റ്റ് കോൺസ്റ്റന്റ് സൗണ്ട് അല്ലേ, വവ്വലല്ല അല്ലേ, വവ്വൽ വന്നാലേ നമ്മൾ ആൻ യൂസ് ചെയ്യുള്ളൂ അല്ലേ, ബോട്ടണിസ്റ്റ് എന്നത് കോൺസ്റ്റന്റ് ആയതുകൊണ്ട് ആൻ വന്നു അല്ലേ. യെസ് കറക്റ്റ് ആൻസർ ആണ് കേട്ടോ. യെസ് ദി ആൻസേഴ്സ് മിസ് ഇവിടെ കാണിച്ചു തരാം. ഏതെങ്കിലും ആക്കിയിൽ എന്തെങ്കിലും ഡൗട്ട് കേൾക്കാൻ പറ്റാത്തുണ്ടെങ്കിൽ നോക്കിക്കോ. ഫസ്റ്റ് വൺ ഈസ് അല്ല വാസാണ്, സെക്കൻഡ് വൺ ക്യാപിറ്റൽ ലെറ്ററിന്റെ പ്രോബ്ലം ആയിരുന്നു, തേർഡ് വൺ നേരത്തെ ഒരാൾ പറഞ്ഞു അല്ലേ ലീസ് എന്നുള്ളത് കറക്റ്റ് ആൻസർ ആണ് കേട്ടോ. ഫോർത്ത് വൺ എന്താണ് വേറാണ്, വാസല്ല, ലാസ്റ്റ് വൺ എ ആണ് കേട്ടോ. ഇനി എക്സ്പ്ലനേഷൻ എന്തുകൊണ്ടാണ് ഇതിങ്ങനെ വന്നേ എന്ന് നമുക്ക് പറഞ്ഞു തരാം കേട്ടോ. എന്തുകൊണ്ടാണ് വന്നത്, ഈസ് അല്ല അവിടെ വാസാണ് വന്നേന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്, ഈ സ്റ്റോറിയിലെ വൺസ് അപ്പോൺ എ ടൈം അല്ലേ, ഒരു സമയത്ത് പണ്ടൊരു നാൾ എന്നൊക്കെ പറയില്ലേ, ദൂരെ ദൂരെ എന്നൊക്കെ പറയുന്ന പോലെ പണ്ടൊരു സമയത്ത് അവിടെ ഒരു ഗേൾ ഉണ്ടായിരുന്നു അല്ലേ. പണ്ടത്തെ കാര്യം പാസ്റ്റ് ടെൻസിലാണ് സ്റ്റോറി പറയുന്നത്. പാസ്റ്റ് ടെൻസിൽ പറയുമ്പോൾ ഈസ് എന്ന് പറയുന്നത് പ്രസന്റ് ടെൻസിലാണ്, ഇപ്പൊ നടക്കുന്നതാണ് കേട്ടോ. പാസ്റ്റ് ടെൻസ് എന്ന് പറയുമ്പോൾ വാസ് ആണ് കേട്ടോ അതിന്റെ വരിക. ഓക്കെ, സെക്കൻഡ് വൺ ലീലി ആയിരുന്നു അല്ലേ. ആൾക്ക് മിസ്റ്റേക്ക് ഉണ്ടോ, ഡൗട്ട് ആയിരുന്നു ഇവിടെ എന്തായിരിക്കും വരിക എന്നുള്ളത് അല്ലേ. എന്താണ്, സിമ്പിൾ ആണല്ലേ, പേരാണല്ലേ. പേരുകള്, സിറ്റിയുടെ പേര്, അങ്ങനെ എന്ത് പേരും ആയിക്കോട്ടെ, പേരുകൾ വന്നാൽ മനുഷ്യരുടെ ആയാലും സിറ്റിയുടെ ആയാലും കൺട്രിയുടെ ആയാലും എന്തിന്റെ വന്നാലും എന്തായിരിക്കും നമുക്ക് യൂസ് ചെയ്യാം, ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കും കേട്ടോ. പിന്നെ ലീഫിന് എന്താ മിസ്റ്റേക്ക് എന്ന് വെച്ചിരുന്നു, ലീഫ് എന്താണ് പ്ലൂറൽ ഓഫ് ലീഫ് കേട്ടോ. ഈ ലീഫ് എന്ന് പറയുന്നത് സിംഗുലർ ആണ്. ഒരു മരത്തിൽ ഒരു ഇലയല്ല, മിസ് നേരത്തെ പറഞ്ഞു അല്ലേ, ഒരു മരത്തിൽ ഒരു ഇല ഉണ്ടാവാ, ഒരുപാട് ഇലകളുണ്ട്. അപ്പോൾ ഈ ലീവ്സ് അല്ല വരിക, ഈ ലീവ്സ് ആണ് കേട്ടോ. ഒരുപാട് പ്ലൂറൽ ആയിട്ടുള്ളത് ഇങ്ങനെയാട്ടോ ലീവ്സ്. പിന്നെ വാസ് അല്ല വേറാന്ന് പറഞ്ഞു. കാര്യം എന്താ വെച്ചാൽ ദ വേർഡ് ഫ്ലവേഴ്സ് ഈസ് പ്ലൂറൽ അല്ലേ. ഫ്ലവേഴ്സ് എന്ന് പറയുന്നത് പ്ലൂറൽ ഫോം ആണ്, അതുകൊണ്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്തത്, വേറെന്ന് കേട്ടോ. ശരിക്കും ഇവിടെ ഫ്ലവർ, ദ വേർഡ് ഫ്ലവർ എന്നായിരുന്നു വന്നിരുന്നുണ്ടെങ്കിൽ നമ്മൾ വാസ് തന്നെ കൊടുക്കുള്ളായിരുന്നു. ഇവിടെ ഫ്ലവേഴ്സ് എസ് വന്നു കേട്ടോ. എസ് വന്നത് കൊണ്ടാണ് എന്തായത്, നമ്മളിവിടെ വേർ എന്നുള്ളത് കൊടുത്തിട്ട്, ഇവിടെ എസ് ഉണ്ടായില്ല എന്നാണെങ്കിൽ ഇവിടെ വേർ വരില്ലായിരുന്നു, വാസ് തന്നെ വരുള്ളായിരുന്നു കേട്ടോ. ഓക്കെ, പിന്നെ ഇവിടെ ആനും എയും വരാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ബോട്ടണിസ്റ്റ് എന്ന് പറയുന്ന ഒരു ടേം ഉണ്ട് അല്ലേ. വി യൂസ് ബിഫോർ എന്താണ് ബോട്ടണിസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, ബി ആണ് അല്ലേ. ബോട്ടണിസ്റ്റ് ബി എന്ന് പറയുന്നത് ഒരു ഏത് ആർട്ടിക്കൽ കോൺസണൻസ് ആണ് അല്ലേ. ബി എ ഇ ഐ ഒ യു ഇതാണ് വവ്വൽ അല്ലേ. എ ഇ ഐ ഒ യു ഒഴിച്ചിട്ടുള്ള ബാക്കി ലെറ്റേഴ്സ് നമ്മൾ കോൺസണന്റ് സൗണ്ട്സ് എന്ന് പറയും. അത്തരത്തിലുള്ള സൗണ്ട്സുകൾ വരുമ്പോൾ അതിന് മുൻപിലായിട്ട് നമ്മൾ എ ആണ് ഉപയോഗിക്കുക അല്ലേ. നമ്മൾ മുമ്പത്തെ ക്ലാസ്സുകളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, മിസ് ഒന്നും കൂടി ഒന്ന് റിപ്പീറ്റ് ചെയ്താ കേട്ടോ. യെസ്, അങ്ങനെയാണെങ്കിൽ ഒരു ആക്ടിവിറ്റിയും കൂടി നമുക്ക് നോക്കാം, ഒരു എഡിറ്റിംഗ് കൂടി നോക്കാം കേട്ടോ. ഇതൊന്ന് വേഗം ഒരാൾ വായിച്ചേ, ഒരാളെ വിളിച്ച് സാറേ. സിയോണ. സിയോണ. ഗുഡ് ഈവനിങ് ടീച്ചർ. വെരി ഗുഡ് ഈവനിങ്. ഒന്ന് വായിച്ചു കൊടുത്തേടെ എല്ലാവർക്കും. Once upon a time, there is a small boy named Arun who loved to collect stones from the river bank. One day, he found a shiny pebble that sparkled like a jewel. Jewel. Excited, he put it in his pocket and showed to his friends. They said it was the most beautiful pebble that ever seen. Arun kept it safe in a box on his desk and at his room. യെസ്, കറക്റ്റ് ആണല്ലേ. ഇന്ന് ഒരെണ്ണത്തിന്റെ ആൻസർ പറഞ്ഞിട്ട് പോയിക്കോ. ഒരു ചോദ്യം വായിച്ചല്ലേ, ഇന്ന് ഉത്തരം കൂടി പറഞ്ഞിട്ട് പോയിക്കോ ഒരെണ്ണം. ഫസ്റ്റ് there is, ഈസിന് എന്തായിരിക്കും മിസ്റ്റേക്ക് വരിക, There was. വാസാളെ. നമുക്കൊരു പ്രഡിക്ഷൻ ആണല്ലേ മിസ് നേരത്തെ പറഞ്ഞതുപോലെ, ഈസ് വന്നാൽ വാസായിരിക്കും എന്നുള്ള ഒരു പ്രഡിക്ഷൻ നമ്മുടെ തലയിൽ കയറി വന്നിട്ടുണ്ട് അല്ലേ. അതിന് പ്രത്യേകിച്ച് റൂൾസ് ഒന്നും നമ്മൾ നോക്കൂല. ഈസ് എന്നൊരു മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ വാസ് വരും അല്ലേ. മോസ്റ്റ്ലി അത് കറക്റ്റ് ആയിരിക്കും, എന്നാലും ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ ഇനി തൊട്ടെങ്കിലും. എന്തുകൊണ്ടായിരിക്കും ഈസ് വരാൻ, കറക്റ്റാണ്, ആൻസർ കറക്റ്റ് തന്നെയാണ്. എന്തുകൊണ്ടായിരിക്കും ഒന്നും കൂടി ഒന്ന് പറഞ്ഞേ, ആ പ്രഡിക്ഷൻ വന്നതിൻ്റെ ആയത് പറഞ്ഞേ, എന്തുകൊണ്ടായിരിക്കും? ഫാസ്റ്റ് ആയതുകൊണ്ടാണോ? എവിടെയാണ് നിനക്കത് ഫാസ്റ്റ് ആണെന്ന് മനസ്സിലായത്? അതെനിക്കറിയില്ല. നേരത്തെ ഞാൻ പറഞ്ഞ പ്രഡിക്ഷൻ തന്നെയാണ്, കറക്കിക്കുത്തി പറഞ്ഞതാണ്. ഈസ് വന്നെങ്കിൽ ഈസിനാണ് മിസ്റ്റേക്ക് എങ്കിൽ വാസ് എന്നുള്ളത് നമ്മുടെ ഒരു കറക്കിക്കുത്താണ് അല്ലേ. പക്ഷെ അങ്ങനെ കറക്കിക്കുത്താൻ നിൽക്കരുത്. വൺസ് അപ്പോൺ എ ടൈം എന്ന് തന്നത് കൊണ്ടാണ് കേട്ടോ. എന്താണ് യെസ്റ്റർഡേ, പ്രീവിയസ് ഡേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയില്ലേ, നമ്മൾ മുൻപ് നടന്ന കാര്യങ്ങളെ കുറിച്ചിട്ട് വല്ലതും പറയുകയാണെങ്കിൽ അപ്പം നമ്മൾ വൺസ് അപ്പോൺ എ ടൈം എന്ന് പറയുമ്പോൾ പണ്ടൊരു സമയത്ത് നടന്ന കാര്യങ്ങളാണ്. പണ്ടത്തെ കാര്യങ്ങൾ പറയുമ്പോൾ ഈസ് അല്ല വാസാണ് വരിക കേട്ടോ. വേറൊരാളെ വിളിച്ച് സാറേ. ഇവാനിയ വേവ് ചെയ്തതും കണ്ടു അല്ലേ. ഗുഡ് ഈവനിങ്. ഓക്കേടാ, ഇതൊന്ന് പറഞ്ഞടാ. സോറി, ഇവിടെയായിരുന്നു അല്ലേ മിസ്റ്റേക്ക് ഉണ്ടായിരുന്നത്. അരുണിന് എന്തോ കുഴപ്പമുണ്ട്. അരുണിന് എന്താ കുഴപ്പം? എന്താടാ? ക്യാപിറ്റൽ ലെറ്റർ അല്ലേ. ഒരേ പേര് എഴുതി കാണിക്കുന്ന സ്ക്രീനിൽ. പക്ഷെ മോൻ പറഞ്ഞതും കറക്റ്റ് തന്നെ കേട്ടോ. എല്ലാവരും എഴുതി കാണിക്കുന്ന കറക്റ്റ് തന്നെയാണ്. അരുണിന്റെ കുഴപ്പം എന്താ വെച്ചാൽ അരുണിന്റെ എ ക്യാപിറ്റൽ ലെറ്റർ വരണം അല്ലേ. പേരാണല്ലേ, പേരുകൾ വരുമ്പോൾ ക്യാപിറ്റൽ ലെറ്റർ വരണം. യെസ്, കറക്റ്റ് ആണ്. ഓക്കെ, അടുത്ത ഒരാളെ വിളിച്ച് സാറേ.
അസ എഴുതി കാണിക്കായിരുന്നു. ഇനി എഴുതി കാണിക്കണ്ട, നേരെ പറഞ്ഞോ, ഉത്തരങ്ങൾ പറഞ്ഞോ. അയ്യോടെ അൺമ്യൂട്ടാക്ക്. അൺമ്യൂട്ട് എന്ന് വരുന്നുണ്ട് അവിടെ, അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി കേട്ടോ. ഒരു വട്ടം എടാ വരുന്നില്ലേ, ആവുന്നില്ല. വെച്ചോടാസ്, നാളെ എഴുതിയൊക്കെ കാണിച്ചോട്ടെ. ഇനിയാണ് അടുത്ത ആളെ വിളിക്കാം. ജുബിൻ. ഹലോ ജുബിൻ, വെറൈറ്റി പേര്. അൺമ്യൂട്ട് ചെയ്തേടാ ഒന്ന്. ഇച്ചിരി ഭയങ്കര ഒച്ച ഉണ്ടാക്കാനുള്ള ഒച്ച ഇല്ലാത്തോണ്ടാട്ടോ. ഒന്ന് അൺമ്യൂട്ട് ചെയ്തേടാ വേഗം. ജുബിൻ, കുട്ടിനെയാണ് വിളിച്ചത്. ഓക്കെ. ഇവിടെ എന്താടാ മിസ്റ്റേക്ക്? സ്റ്റോണിന് എന്തോ ഒരു കുഴപ്പമുണ്ട്. എന്താണ് സ്റ്റോണിന്റെ കുഴപ്പം നോക്കി. ഹു ലവ് ടു കളക്ട് സ്റ്റോൺ. കല്ല് ശേഖരിക്കാൻ ഇഷ്ടമായിരുന്നു. സ്റ്റോണിന്റെ കുഴപ്പം എന്താ? സ്റ്റോണിന് എന്താ കുഴപ്പം? എന്തോ ഉണ്ട്. സ്റ്റോണിനാണ് സി ഇട്ട് തന്നേക്കണേ കേട്ടോ. ഇവിടെ എന്താ മിസ്റ്റേക്ക് എന്നൊന്ന് നോക്കിയൊന്ന് ശ്രദ്ധിച്ചേ. എന്താടാ? സ്റ്റോൺ കറക്റ്റ് ആണെന്നോ? അല്ല, സ്റ്റോൺ കളക്ട്. വേർഡ് ഓർഡറിംഗ് ആണോ മിസ്റ്റേക്ക് എന്നാണോ ചോദിക്കുന്നേ? ഹു ലവ് ടു സ്റ്റോൺ കളക്ട് എന്ന് വരുന്നാണോ? അല്ല കേട്ടോ, അങ്ങനെ വരില്ല. അതായത് പറഞ്ഞു നോക്കി. ഹു ലവ് ടു കളക്ട് സ്റ്റോൺ എന്ന് തന്നെയാ കേട്ടോ വരിക. വേർഡ് ഓർഡറിംഗിന് മിസ്റ്റേക്ക് ഒന്നുമില്ല. വേറെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. എന്തായിരിക്കും? കിട്ടുന്നില്ല? ആലോചിച്ചാ കിട്ടും കേട്ടാ. ഒന്ന് ആലോചിക്കണേ. അപ്പോഴേക്കും വേറെ ആർക്കെങ്കിലും കിട്ടിയോന്ന് നോക്കിയിട്ട് വരട്ടെ കേട്ടാ. യെസ്, ശിവാനി. സ്റ്റോണിന് എന്താടാ മിസ്റ്റേക്ക്? ഹലോ, ഗുഡ് ഈവനിങ്. കേൾക്കുന്നുണ്ട് കേട്ടോ. സ്റ്റോണിന് എന്താടാ മിസ്റ്റേക്ക്? കളക്ടിങ് സ്റ്റോൺ എന്നല്ലേ? അതും അല്ല കേട്ടോ മിസ്റ്റേക്ക്. അതല്ല, സ്റ്റോണിനാണ്, വേറെയാണ് മിസ്റ്റേക്ക്. കളക്ടിങ് സ്റ്റോൺ എന്ന് വെച്ചാൽ അതെങ്ങനെയാടാ ശരിയാവാ? അതെന്താ ശരിയാവത്തെന്ന് മിസ് പറഞ്ഞാൽ കേട്ടോ. വൺസ് അപ്പോൺ എ ടൈം അല്ലെ, മുൻപൊരു സമയത്ത്, പണ്ട്, ഓൾറെഡി പാസ്റ്റിൽ നടക്കാണ് നമ്മുടെ സംഭവം. പണ്ട് അവൻ എന്താണ് സ്റ്റോൺ കളക്ട് ചെയ്യുന്ന സ്വഭാവം ഉണ്ടായിരുന്നാ പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് കളക്ടിങ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ പറക്കിക്കൊണ്ടിരിക്കണമെന്ന് അർത്ഥം കേട്ടോ. അപ്പൊ പ്രസന്റ് ആവില്ല, ഓൾറെഡി സംഭവം പാസ്റ്റിൽ നടക്കാൻ കേട്ടോ. അപ്പൊ അതൊക്കെ ശ്രദ്ധിക്കണേ. ഇതുപോലത്തെ മോളിൽ എന്തെങ്കിലും ഇതുപോലെ യെസ്റ്റർഡേ, പ്രീവിയസ് ഡേ, വൺസ് അപ്പോൺ എ ഡേ എന്നൊക്കെ പറഞ്ഞാൽ ഓൾറെഡി പാസ്റ്റ് ആണ്. അപ്പൊ വെറുതെ ING ഒന്നും ചേർത്ത് തെറ്റിക്കരുത് കേട്ടോ. ING ചേർക്കുന്നത് ഇപ്പൊ കറന്റ് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് കേട്ടോ. വേറെ എന്തേലും ഉണ്ടോ? അപ്പൊ വേറെ എന്തോ ആണോ ചോദിക്കുന്നുണ്ടല്ലേ? എന്താണോന്ന്? സ്റ്റോൺസ് എന്നാണോന്നാണോ? ഒന്ന് സ്പെല്ലിങ് പറഞ്ഞു നോക്കട്ടെ. ആ സ്പെല്ലിംഗ് ഒന്ന് പറഞ്ഞേടാ. സ്റ്റോൺസ് എന്നാണോ എന്ന് ചോദിച്ചാൽ ആ ഒരു സ്പെല്ലിംഗ് NES അല്ലേ? ഒരു എസിന്റെ മിസ്റ്റേക്ക് ആണോ എന്നല്ലേ? അതാണ് കേട്ടോ കറക്റ്റ് ആൻസർ. സ്റ്റോൺസ് എന്നുള്ളതാട്ടോ കറക്റ്റ് ആൻസർ. കാരണം ഒരു കല്ലല്ല ഇവിടെ അവൻ കളക്ട് ചെയ്യുന്നത്. അവന് കളക്ട് ചെയ്യാനുള്ള ഒരു സ്വല കറക്റ്റ് ആൻസർ ആണ് കേട്ടോ. അവൻ കണ്ടുപിടിച്ചു കുട്ടി. എന്താണ് ആ കുട്ടി അരുണിന് എന്താണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം? കല്ല് പെറക്കി കളല്ലേ? കല്ലുകൾ പെറക്കുന്നതാണ് അവന്റെ ഒരു ഹോബി എന്ന് പറയുന്നത്. കല്ലുകൾ പെറക്കാൻ അവൻ ഇഷ്ടമാണ്. അപ്പൊ കല്ലുകൾ പെറക്കാൻ ഇഷ്ടമുള്ള ഒരാൾ ഒരു കല്ലാണ് അവിടെ പെറക്കുന്നത്? അല്ല, ഒരുപാട് നല്ല നല്ല കല്ലുകൾ അവൻ പെറുക്കുന്നുണ്ട്. പെബിൾസ് എന്ന് വെച്ചാൽ കല്ലുകളാണ് കേട്ടോ. അപ്പൊ എന്താണ് ഇങ്ങനത്തെ നല്ല നല്ല വെള്ളാരം കല്ലുകളെയാണ് പെബിൾസ് എന്ന് വിളിക്കുക കേട്ടോ. അപ്പൊ ഇതുപോലെയുള്ള വെള്ളാരം കല്ലുകൾ ഒരെണ്ണം അല്ല കുട്ടി പറക്കിയിരിക്കുന്നത്, ഒരുപാട് പറക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ സ്റ്റോൺ അല്ല, സ്റ്റോൺസ് നാട്ട് ഒരുപാടുണ്ട്. ഓക്കെ, അടുത്തത് വേറൊരാളെ വിളിച്ചേ. അശ്വിൻ. ഗുഡ് ഈവനിങ്. വെരി ഗുഡ് ഈവനിങ്. ഇവിടെയാണ് മിസ്റ്റേക്ക്. ദേ എവർ സീൻ. എവർ കഴിഞ്ഞിട്ട് D ഇട്ടിട്ടുണ്ട്. എവർ കഴിഞ്ഞിട്ട് എന്തോ ഒരു സാധനം അവിടെ മിസ്സിംഗ് ആണ്. എന്തായിരിക്കും? അറിയില്ല മിസ്. അറിയില്ല? ആലോചിച്ചാ കിട്ടൂടാ നിനക്ക്. ഓൾറെഡി ഇനി വേറെ ആരും തെറ്റിക്കരുത്. ING ചേർക്കരുത്. ഓൾറെഡി നമ്മുടെ സംഭവം പാസ്റ്റ് കിടക്കുന്നതാണ് കേട്ടോ. ഇനി വേറെ എന്തായിരിക്കും വരിക എന്നൊന്ന് ആലോചിച്ചാൽ മതി. ഓക്കെ, ആലോചിക്കും. ഞാൻ തന്നെ ലാസ്റ്റത്തെ വേണേ ചോദിക്കാൻ വിളിക്കാം കേട്ടോ. ഓക്കെ, അടുത്ത ആളെ വിളിച്ചേ. എവ്ലിൻ. ഗുഡ് ഈവനിങ് മിസ്. വെരി ഗുഡ് ഈവനിങ്. എന്തായിരിക്കും ഇവിടെ മിസ്റ്റേക്ക്? ഹാഡ് ആണോ? യെസ്, കറക്റ്റ് ആണല്ലേ? ഹാഡ് ആണ് കേട്ടോ. ഒരാണോന്നൊന്നും ചോദിക്കണ്ട, അത് തന്നെയാണ് ആൻസർ കേട്ടോ. കറക്റ്റ് ആണ് കേട്ടോ. ഹാഡ് ആണ് കേട്ടോ ഇവിടെ വരിക. ദേ എവർ ഹാഡ് സീൻ എന്നാണ് വരിക കേട്ടോ. കാര്യം എന്താ? ഓൾറെഡി പാസ്റ്റ് ടെൻസിൽ കിടക്കുന്ന സംഭവമാണ്. അതിനൊന്നും കൂടി നമ്മൾ പാസ്റ്റ് ടെൻസ് ആക്കാം കേട്ടോ. എക്സ്പ്ലനേഷൻ മിസ് ഒന്നും കൂടി തരാം കേട്ടോ. പിന്നെ ഇവിടെ ഒരെണ്ണം മിസ്റ്റേക്കും കൂടി ഉണ്ട്. അവിടെ എന്താണ്? ഇതാ നേരത്തെ ആളോട് ചോദിക്കാന്ന് പറഞ്ഞിട്ടുണ്ടായി അല്ലേ? ഡെസ്കിന്റെ മിസ്റ്റേക്ക് എന്താണെന്ന് ചോദിച്ചേ, ഒന്ന് പറഞ്ഞേടാ. ഒന്ന് അൺമ്യൂട്ടാക്കടാ. ഡെസ്കിന് എന്താണ്?
വെരി ഗുഡ് ഈവനിങ്. ഇവിടെ എന്തോ ഉണ്ടല്ലേ, ഇവിടെ ഡെസ്കിനല്ല മിസ്റ്റേക്ക്, അറ്റിനാണ് കേട്ടോ മിസ്റ്റേക്ക്. എന്താണ് അരുൺ കെപ്റ്റ് ഇറ്റ് സേഫ് ഇൻ എ ബോക്സ് ഓൺ ഹിസ് ഡെസ്ക് അറ്റ് ഹിസ് റൂം. അറ്റ് ഹിസ് റൂം എന്നാണോ വേറെന്തെങ്കിലും ആണോ വരിക? ഇവിടെ അറ്റിനാണേ മിസ്റ്റേക്ക്. ഇറ്റ് ആണോ? ഇറ്റ് ഹിസ് റൂം എന്ന് പറയോടാ, റൂമിന്റെ ഉള്ളിൽ വെച്ചു. ആ ബോക്സ് സേഫ് ആയിട്ട് റൂമിന്റെ ഉള്ളിൽ കൊണ്ടുവച്ചവൻ. ഇന്നല്ലേ, റൂമിന്റെ ഉള്ളിൽ കൊണ്ടുവച്ചു അല്ലെ, ഇൻ ഹിസ് റൂം. അതാണ് കേട്ടോ കറക്റ്റ് ആൻസർ. കറക്റ്റ് ആൻസർ ആണ്. ദ ആൻസേഴ്സ് വേണമെങ്കിൽ മിസ് ഒരു വട്ടം കൂടി കാണിച്ചു തരാം. ദേ വാസ്, അരുൺ, സ്റ്റോൺസ്, ഇതൊക്കെയാണ് നമുക്ക് വന്ന മിസ്റ്റേക്ക്. എക്സ്പ്ലനേഷൻ തരാം കേട്ടോ മിസ് എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നത് എന്നുള്ളത് അല്ലെ. ഈസ് വന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞില്ലേ, ഈസ് വന്നുള്ള ഒരു പ്രവണത മിസ്സിന് അറിയാം. കറക്കി കുത്തും വാസ് വെക്കുന്നുള്ള കാര്യം അറിയാം. പക്ഷെ അങ്ങനെ വെക്കരുതിട്ട്, അങ്ങനെ വെക്കുന്ന കുറേ പേരുണ്ടെന്ന് മിസ്സിന് അറിയാം അല്ലെ. പക്ഷെ അങ്ങനെ വെക്കരുത്, നമ്മളൊന്നും കൂടി ശ്രദ്ധിക്കണം. സ്റ്റോറി ശരിക്കും ഏതാണെന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ചിലപ്പോൾ വെറുതെ തരും അവർ നമ്മളെ പറ്റിക്കാനായിട്ട്. ചിലപ്പോൾ കറക്റ്റ് ആൻസർ ഈസ് തന്നെയായിരിക്കും. നമ്മൾ ഈസ് എന്ന് തന്നാൽ വാസ് എന്നും പറഞ്ഞാൽ വേഗം അങ്ങ് കൊണ്ടേ കറക്റ്റ് ചെയ്ത് കളഞ്ഞ് മാർക്ക് കളയും. അതുകൊണ്ട് സെന്റൻസ് ശ്രദ്ധിക്കണം. സ്റ്റോറി എങ്ങനെയാണ് ഓൾറെഡി പാസ്റ്റിൽ കിടക്കുന്നത് കൊണ്ടാണ് എന്ത് സംഭവിച്ചത്, വാസ് വന്നത് കേട്ടോ. പിന്നെ അരുണിന്റെ മിസ്റ്റേക്ക് നമുക്കറിയാം അല്ലെ, എന്താണ് ക്യാപിറ്റൽ ലെറ്റർ ആണ് അവിടുത്തെ മിസ്റ്റേക്ക് എന്നറിയാം. സ്റ്റോൺ എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ പറഞ്ഞു അല്ലെ, ഒരു കല്ലല്ല അരുൺ കളക്ട് ചെയ്തിട്ടുള്ളത്, ഒരുപാട് കല്ലുകൾ കളക്ട് ചെയ്തു അല്ലെ. അപ്പൊ സ്റ്റോൺ അല്ല, സ്റ്റോണിന്റെ പ്ലൂരൽ ആയിട്ടുള്ള സ്റ്റോൺസ് എന്നുള്ളതാണ് വരിക കേട്ടോ. പിന്നെ സീനിന്റെ ഇടയിൽ ഒരു ഹാഡ് ഇട്ട് കൊടുത്തത് എന്തിനാച്ചാ, പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി എന്താണ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് എന്ന് വിചാരിച്ച് ടെൻഷൻ അടിക്കണം, മിസ് പറഞ്ഞുതരാം കേട്ടോ. അറ്റ് വന്നത് അറ്റല്ല വരിക, ഉള്ളിൽ അല്ലെ, റൂമിന്റെ ഉള്ളിൽ വെച്ചു എന്ന് പറയുമ്പോൾ, ഉള്ളിൽ എന്ന് പറയുമ്പോൾ ഇന്നാണ് കേട്ടോ അവിടെ വരിക. ഓക്കെ, ഇനി പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് എന്താണെന്ന് മിസ് പറഞ്ഞുതരാം, പേടിക്കൊന്നും വേണ്ട. പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ഈസ് യൂസ്ഡ് ടു ഷോ ദാറ്റ് വൺ ആക്ഷൻ ഹാപ്പൻ ബിഫോർ അനദർ ആക്ഷൻ ഇൻ ദ പാസ്റ്റ് ഫോം. ഓൾറെഡി കഴിഞ്ഞു പോയൊരു കാര്യം, അതായത് എന്താണ്, ഇപ്പൊ പറയാണ് അച്ഛൻ വരുന്നതിനേക്കാൾ മുൻപേ ഞാൻ ഹോംവർക്ക് ചെയ്ത് വെച്ചു എന്ന് പറയില്ലേ നമ്മള്. അച്ഛൻ വരുന്നതിനേക്കാൾ മുൻപേ ഞാൻ ഹോംവർക്ക് ചെയ്ത് വെച്ചു. അപ്പൊ ഹോംവർക്ക് ഓൾറെഡി എന്താണ്, അച്ഛൻ വരുന്നതിനേക്കാൾ മുൻപ് എന്ന് പറയുമ്പോൾ എന്താണ്, അച്ഛൻ വരുന്നതിനേക്കാൾ മുൻപ്. മുൻപ് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മള് പാസ്റ്റ് ടെൻസ് ആണ്. അച്ഛൻ വരുന്നതിനേക്കാൾ മുൻപ് പാസ്റ്റ് ടെൻസ് ആണ്. ഞാൻ ഹോംവർക്ക് ചെയ്തു എന്ന് പറയുമ്പോൾ എന്താണ്, ചെയ്തും കഴിഞ്ഞു അല്ലെ, ഹോംവർക്ക് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ എന്തായി, രണ്ട് പാസ്റ്റ് ടെൻസ് ആയി അല്ലെ. അങ്ങനെ രണ്ട് പാസ്റ്റ് ടെൻസുകൾ വെച്ചാൽ നമ്മൾ ഹാഡ് എന്ന് പറയുന്ന ഒരു സാധനത്തിന് കൊണ്ട് ആഡ് ചെയ്ത് വെക്കണം കേട്ടോ. നമ്മൾ രണ്ട് പാസ്റ്റ് ടെൻസുകൾ വരുമ്പോൾ ഹാഡ് എന്ന് പറയുന്ന സാധനം വരും. എക്സാമ്പിൾ വേണമെങ്കിൽ മിസ് പറഞ്ഞാൽ കാണിച്ചു തരാം. എന്ത് നോക്കിയടാ, I had eaten dinner before my friend came. എൻ്റെ കൂട്ടുകാർ വരുന്നതിനേക്കാൾ മുൻപ് ഞാൻ ഭക്ഷണം കഴിച്ച് തീർത്തു. ഓക്കെ, എന്താണ്, കൂട്ടുകാർ വരുന്നതിനേക്കാൾ മുൻപ്. മൈ ഫ്രണ്ട്സ് കൈം എന്ന് പറയുന്നത് എന്താണ്, ഒരു ഓൾറെഡി ഒരു പാസ്റ്റ് ടെൻസ് ആണല്ലേ. എൻ്റെ കൂട്ടുകാർ വരുന്നതിനേക്കാൾ മുൻപ്. മൈ ഫ്രണ്ട് കെയിം, കെയിം എന്ന് പറയുന്നത് കം എന്ന് പറയുന്ന വേർഡിന്റെ പാസ്റ്റ് ടെൻസ് ആണല്ലേ. അപ്പൊ ഈ ഒരു സംഭവം എന്താണ്, മൈ ഫ്രണ്ട് കെയിം എന്ന് പറയുന്ന ഓൾറെഡി പാസ്റ്റിൽ കിടക്കുന്ന ടേം ആണ് അല്ലേ. അവതിനേക്കാൾ മുൻപ് അല്ലെ, ആ വേർഡിൽ തന്നെ വീണ്ടും ഒരെണ്ണം വരികയാണ്, ഈറ്റൺ എന്ന്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അതായത് ഇപ്പൊ ഇങ്ങനെ വരികയാണ്, ഐ ഈറ്റൻ ഡിന്നർ ബിഫോർ മൈ ഫ്രണ്ട് കെയിം. ഓ ആ സൈഡിലേക്ക് കെയിം കേട്ടോ. കെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളെ വിളിച്ചു സാറേ, മീനാക്ഷി. വെരി ഗുഡ് ഈവനിങ്. ഇവിടെ പറഞ്ഞില്ലേ മൈ ഫ്രണ്ട് കെയിം എന്ന് പറഞ്ഞില്ലേ. കെയിം എന്ന് പറയുന്ന വേർഡ് ആക്ച്വലി പാസ്റ്റ് ടെൻസ് ആണോ പ്രസന്റ് ടെൻസ് ആണോ? പാസ്റ്റ് ടെൻസ് ആണല്ലേ. കം, COME എന്ന് പറയുന്ന കമ്മിന്റെ പാസ്റ്റ് ടെൻസ് ആണല്ലേ. CAME അല്ലെ, കെയിം വന്നു കഴിഞ്ഞു അല്ലെ, വരുന്നതിനേക്കാൾ മുൻപ് അല്ലേ. ഓക്കെ, ബിഫോർ മൈ ഫ്രണ്ട് കെയിം എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? എന്റെ കൂട്ടുകാരി അല്ലെങ്കിൽ കൂട്ടുകാരി ആരെങ്കിലും ഒക്കെ എന്റെ കൂട്ടുകാരല്ലേ, ഫ്രണ്ട് എത്തുന്നതിനേക്കാൾ മുൻപല്ലേ കെയിം. ഇനി വേറെ നോക്കിയാടാ, തുടക്കത്തെ വേർഡ് ഒക്കെ ഈറ്റൻ. ഈറ്റൻ എന്ന് പറയുന്നത് പ്രസന്റ് ആണോ പാസ്റ്റ് ആണോ? പാസ്റ്റ് ആണല്ലേ. ഈറ്റ് എന്ന് പറയുന്ന വേർഡിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണല്ലേ, ഈറ്റ്, EAT എന്ന് പറയുന്നയാൾ അതിന്റെ ഫസ്റ്റ് വേർഡ് അല്ലെ. ഈറ്റ്, കഴിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയില്ലേ, കഴിക്കുന്നു എന്ന് പറയുന്നത് ഈറ്റ് ആണ്, അതിന്റെ പാസ്റ്റ് ആണല്ലേ ഈറ്റ് എന്ന്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ് ആക്ച്വലി. ഓക്കെ, പാസ്റ്റ് ടെൻസ് ആണല്ലേ ഈറ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എന്താണ്, ഓൾറെഡി ഇവിടെ കെയിം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാസ്റ്റ് ടെൻസ് എടുക്കുന്നുണ്ട് അല്ലേ.
വീണ്ടും സെന്റൻസിൽ ആരും കൂടി വന്നു, വേറൊരു പാസ്റ്റ് ടെൻസും കൂടി വന്നു അല്ലേ. അങ്ങനെ 2 പാസ്റ്റ് ടെൻസ് വന്നില്ല ഈ സെന്റൻസിൽ. ഈറ്റൺ എന്ന് പറയുന്ന ഒരു പാസ്റ്റ് ടെൻസും കെയിം എന്ന് പറയുന്ന ഒരു പാസ്റ്റ് ടെൻസും അല്ലെ, 2 പാസ്റ്റ് ടെൻസുകൾ വന്നു അല്ലേ. അപ്പൊ 2 പാസ്റ്റ് ടെൻസുകൾ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആദ്യത്തെ പാസ്റ്റ് ടെൻസിന്റെ മുൻപിലായിട്ട് ഹാഡ് എന്ന് പറയുന്നതിനെ കയറ്റി വെക്കൂട്ടാ. ഇപ്പൊ ക്ലിയർ ആയോ? യെസ്, ഓക്കെ. ഇപ്പൊ ക്ലിയർ ആയില്ല എന്നുള്ളവരൊന്ന് തമ്പിട്ടേടാ. ഇപ്പൊ മനസ്സിലായില്ലേ? ഒന്നും കൂടി മിസ് ഒന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിക്കുന്നവരൊന്ന് ഇപ്പൊ തമ്പിട്ടേടാ. യെസും തമ്പിടുന്നുണ്ട് അല്ലേ, പറഞ്ഞു തരാം കേട്ടോ. ഓൾറെഡി ഇവിടെ കെയിം എന്ന് പറയുന്നതുണ്ട്. കെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി എന്താണ്? പാസ്റ്റ് ടെൻസിലാണ്. ഈറ്റൺ എന്ന് പറയുന്നത് എന്താണ്? പാസ്റ്റ് ടെൻസ് ആണ്. രണ്ടും പാസ്റ്റിൽ കിടക്കുന്ന ഒരു സെന്റൻസ് വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ പാസ്റ്റ് ടെൻസിന്റെ മുൻപിൽ നമ്മൾ എന്ത് ആഡ് ചെയ്ത് കൊടുക്കും? ഹാഡ് എന്ന് പറയുന്ന വേർഡിനെ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അതിനെയാണ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ ആയോ? ഇപ്പൊ ഓക്കെ ആയെന്നുള്ളവരൊന്ന് തമ്പിട്ടേ നോക്കട്ടെ. യെസ് നോക്കട്ടേടാ. യെസ്, ഓക്കെ തമ്പിട്ടുണ്ട് അല്ലേ. യെസ്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സാറ് വരുന്നതായിരിക്കും കേട്ടാ. നമ്മുടെ സ്വന്തം സുനിൽ സാർ ഇനി നിങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ വരുന്നതായിരിക്കും കേട്ടാ. ഓക്കെ, ശരി മക്കളെ. ഗുഡ് ഈവനിങ്. എന്താണ് വിശേഷം? അനങ്ങ് മീസ് അടിപൊളിയായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നിരിക്കുന്നത് ഞാൻ കണ്ടുകൊണ്ടിരുന്നു ഇപ്പോൾ വന്നപ്പോൾ കേട്ടോ. ഓക്കെ, അപ്പോൾ 2 പാസ്റ്റ് ഇൻസിഡൻറ്റ് നടക്കുകയാണെങ്കിൽ ആദ്യത്തെ പാസ്റ്റ് ഇൻസിഡൻറ്റ് എന്തിൽ പറയണം? പാസ്റ്റ് പെർഫെക്റ്റിലോട്ടാക്കി പറയണം അല്ലേ. കാരണം നമ്മുടെ നിയമം ഉണ്ടെന്നൊക്കെ ഇംഗ്ലീഷിലാണ് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ഞാനൊരു പാരഗ്രാഫ് കാണിച്ചു തരാം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമല്ലേ പാരഗ്രാഫ് വായിച്ചിട്ട് ആൻസർ നോക്കി കണ്ടുപിടിക്കുന്നത്? നല്ലൊരു പരിപാടിയല്ലേടാ. നല്ല സുഖമുള്ള പരിപാടിയാണ്. ഓക്കെ, ഒരു പാരഗ്രാഫ് വായിച്ചു നോക്കിയേ. Read the paragraph and answer the questions that follow. Sarah always carried a small worn teddy bear in her backpack. മനസ്സിലായല്ലോ? സാറ എന്തൊക്കെ ക്യാരി ചെയ്യുന്നു കേട്ടോ. It was missing an eye and some of its fur was threadbare കേട്ടോ. But it was her most prized possession. Okay. Her dad had given it to her when she was a baby. He had called it Patches, and it had been his nickname for her too, because she always had scraps and bruises from playing outside. He would passed away a few years ago, and Patches was the only thing she had left of him. Sometimes, when she felt sad, she would reach into her backpack and hold the bear tight. The soft, familiar fur reminded her of his warm hugs and his playful smile. Patches wasn't just a toy, it was a piece of her dad. ഓക്കെ, അപ്പോൾ സ്വന്തം അച്ഛൻ മരിച്ചു പോയതിൽ വിഷമിച്ചുകൊണ്ട് ആ പാവക്കുട്ടിയെ അല്ലെങ്കിൽ ടെഡി ബിയറിനെ അച്ഛനെ പോലെ കാണുന്ന കുട്ടിയുടെ കഥയാണ് എഴുതിയിരിക്കുന്നത് കേട്ടോ. നന്നായിട്ടൊന്ന് 2 പ്രാവശ്യം വായിച്ചേ. മക്കളെ, അപ്പോൾ നിങ്ങൾ ഇതിൽ വായിച്ച് മനസ്സിലാക്കിയില്ലേ? 2-3 പ്രാവശ്യം വായിക്കുമ്പോൾ കുറച്ചുകൂടി മനസ്സിലാവും കേട്ടോ. അപ്പോൾ എന്തായാലും അവൾ പാച്ചസ് എന്ന് വിളിക്കുന്നത് അച്ഛൻ അവൾക്കും ആ ടെഡി ബിയറിനെ രണ്ടിനും കൂടി ഇട്ട പേരാണ്. കാരണം ഇവൾ പുറത്തു പോയി കളിക്കുമ്പോൾ ബ്രൂയിസസും അതുപോലെ തന്നെ കട്ട്സൊക്കെ വരും അവളുടെ ശരീരത്തിൽ. അതുകൊണ്ടാണ് അച്ഛൻ അവളെ പാച്ചസ് എന്ന് വിളിച്ചത്. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. അവൾ അതിനെ പിടിച്ചുകൊണ്ടാണ് അച്ഛൻ്റെ ഒരു വാം ഹഗ്സ് അവൾക്ക് ഫീൽ ചെയ്യുന്നു. അതുപോലെ അച്ഛൻ്റെ ഒരു പ്ലേഫുൾ സ്മൈലും ഒക്കെ ഫീൽ ചെയ്യുന്നു കേട്ടോ. ഇതൊക്കെയാണ് ഇന്നത്തെ കണ്ടന്റ്. അപ്പോൾ ശരി, നിങ്ങൾക്ക് ഇതിൻ്റെ ക്വസ്റ്റ്യൻ ചോദിക്കാം. അതെ, ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഐറ്റം ഡസ് സാറ കീപ് ആസ് എ മെമ്മറി ഓഫ് ഹെർ ഡാഡ്? അപ്പോൾ ഇത് വളരെ എളുപ്പമുള്ളൊരു ഉത്തരമാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് നിന്ന് ഒരു കാര്യം എടുത്തും കിട്ടിയിട്ടുണ്ടാവും. ഇത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എപ്പോഴും ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരിക്കും. എന്നാൽ ഈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തെറ്റിക്കുന്നവരുടെ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി നമുക്കൊന്ന് പോൾ ഇട്ട് നോക്കിയാലോ സാർ? യെസ്, ഈ സിമ്പിൾ ആയിട്ടുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആരെങ്കിലും തെറ്റിക്കുമെന്ന് ഞാൻ നോക്കട്ടെ കേട്ടോ. വാട്ട് ഐറ്റം ഡസ് സാറ കീപ് ആസ് എ മെമ്മറി ഓഫ് ഹെർ ഡാഡ്? എ ഫോട്ടോഗ്രാഫ്, എ ടെഡി ബിയർ, എ ബാസ്കറ്റ്ബോൾ ക്യാപ്പ്, എ പോക്കറ്റ് നൈഫ്. ഓ, എന്തൊക്കെ സാധനങ്ങൾ എഴുതിയേക്കുന്നത്. കണ്ടോ, അപ്പോഴും 4 എണ്ണത്തിനും കുത്തുന്നുണ്ട്. അപ്പോൾ ഈ പാരഗ്രാഫ് ഒട്ടും വായിച്ച് നോക്കുന്നില്ല ചിലവരൊക്കെ കേട്ടോ. ചിലപ്പോൾ വായിച്ചിട്ട് മനസ്സിലാവാത്തതാവാം, ശരിയാണ്, ഓക്കെ. പക്ഷെ എന്നാലും ഇതിനകത്ത് കണ്ട ചില വാക്കുകൾ അവിടെ കാണാൻ പറ്റുമായിരുന്നല്ലോ. ഈ ഫോട്ടോഗ്രാഫൊന്നും അവിടെ ഇല്ല, ബേസ്ബോൾ അവിടെ ഇല്ല,
പോക്കറ്റ് നൈഫ് ഒട്ടുമില്ല, ഇതൊന്നും അവിടെ ഇല്ല. അവിടെ നിങ്ങൾ കണ്ടൊരു വേർഡ് ഇതാണ് ടെഡി ബിയർ. അത് പിടിച്ചെങ്കിലും കറക്റ്റ് ചെയ്യായിരുന്നു കേട്ടോ. ആ അപ്പോൾ റൈറ്റ് ആൻസർ ടെഡി ബിയർ ആണ്. 90% പേര് അതിനകത്ത് ഉത്തരം എഴുതിയിട്ടുണ്ട്. എന്നാലും ആ 10% പേർക്ക് തെറ്റിക്കേണ്ട ആവശ്യം ഉണ്ടായില്ല കേട്ടോ. ഓക്കെ സാർ മ്യൂട്ട് ചെയ്തേ. മക്കളെ ടെഡി ബിയർ ആണ് ഉത്തരം. സെക്കൻഡ് ക്വസ്റ്റ്യൻ അവിടെ കിടപ്പുണ്ട്. വാട്ട് വാസ് ദ ടെഡി ബിയേഴ്സ് നെയിം? ഇതും വളരെ സിമ്പിൾ ഉത്തരമാണല്ലോ. ഇനി വേണമെങ്കിൽ നമുക്കൊന്ന് ആ പാരഗ്രാഫ് ഒന്ന് എടുക്കാം, എന്നിട്ട് നമുക്ക് റാൻഡമായിട്ട് ഒരാളോട് ചോദിക്കാം. അപ്പോൾ ടെഡി ബിയറിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചു. അത്ര സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ കേട്ടോ. വാട്ട് വാസ് ടെഡി ബിയേഴ്സ് നെയിം? അപ്പോൾ ഒരാളുടെ അടുത്ത് പറയാൻ പറ്റും. ഷാനെ, റാൻഡമായിട്ടല്ലേ സാർ? എന്താണ് അതിൻ്റെ ഉത്തരം വരിക? പാച്ചസ് ആണോ? യെസ്, അതാണ് റൈറ്റ് ആൻസർ. പാച്ചസ്. ഓക്കെ, ഗുഡ്, കറക്റ്റ് ആണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പിടിച്ചോ. വൈ ഡിഡ് സാറാസ് ഡാഡ് കോൾ ഹെർ പാച്ചസ്? ഇതൊരു ഉഗ്രം ചോദ്യമാണ്. ഇത് ഒന്നും മനസ്സിലാക്കിയാൽ പറയാൻ പറ്റിയ ഒരു ചോദ്യമാണ്. അതിനകത്ത് ഉത്തരമുണ്ട് ഓൾറെഡി. പക്ഷേ നമുക്കൊരു ഒറ്റ വേർഡിലല്ല, സിമ്പിൾ വേർഡിലല്ല ഉത്തരം കിടക്കുന്നത്, ഒരു സെൻറ്റൻസ് ആയിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് മനസ്സിലാക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. ബിക്കോസ് ഷീ ലൈക്ഡ് ടു സ്യൂ പാച്ചസ് ഓൺ ഹെർ ക്ലോത്ത്സ്. ക്ലോത്ത്സിലൊക്കെ പാച്ചസ് തുന്നുന്ന ശീലമുള്ളതുകൊണ്ട്. ബിക്കോസ് ഷീ ഓൾവേസ് ഹാഡ് സ്ക്രാപ്സ് ആൻഡ് ബ്രൂയിസസ്. അവൾക്ക് എപ്പോഴും എന്തെങ്കിലുമൊക്കെ പൊട്ടലും എന്തെങ്കിലും ചീറ്റിലും അല്ല എന്തെങ്കിലുമൊക്കെ മാന്തിയ പാടുകളൊക്കെ ഉണ്ടാവും അവളുടെ ശരീരത്തിൽ, മുറിവുകളൊക്കെ ഉണ്ടാവും ചെറിയ ചെറിയ. ബിക്കോസ് ഷീ ലവ്ഡ് ടു പ്ലേ വിത്ത് പാച്ചസ് ഓഫ് ഫാബ്രിക് പാച്ചസ്, കീറി മുറിച്ചിട്ട തുണിക്കഷ്ണങ്ങളുണ്ട് കളിക്കുന്ന ശീലമുണ്ട്. ബിക്കോസ് ഷീ കളക്റ്റഡ് പാച്ചസ് ഫ്രം ഡിഫറെൻറ്റ് പ്ലേസസ്, പല പല സ്ഥലങ്ങളിൽ ചെന്ന് അവളിങ്ങനെ ഈ പാച്ചസ് ഒക്കെ പറക്കിയെടുക്കാറുണ്ട്. ഇതാണ് സംഭവം. അതിലേതായിരിക്കും ഉത്തരം പറഞ്ഞേ? റാൻഡമായിട്ട് ഒരാൾ പറഞ്ഞേ. ആൻമരിയ പറയൂ. Good evening, sir. ഗുഡ് ഈവനിങ്, പറഞ്ഞോളൂ. Because she loved to play with the patches of fabric. ഒന്നുകൂടി വായിച്ച് നോക്കേണ്ട ആവശ്യമുണ്ട്. സാറേ പാരഗ്രാഫ് ഒന്നിട്ടേ. ആ പാരഗ്രാഫിൽ അവളുടെ അച്ഛൻ ഹാഡ് ഗിവൺ ടു ഹെർ വെൻ ഷീ വാസ് ബേബി. ഒരു പാവക്കുട്ടിനെ കൊടുത്താലും പറഞ്ഞു. അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഹി ഹാഡ് കോൾഡ് ഇറ്റ് പാച്ചസ്. അയാൾ അതിനെ പാച്ചസ് എന്നാണ് വിളിച്ചത്. ആൻഡ് ഇറ്റ് ഹാഡ് ബീൻ ഹിസ് നിക് നെയിം ഫോർ ഹെർ ടു. അപ്പോൾ ആ പാച്ചസ് എന്നുള്ളത് അവളുടെ കൂടി നിക് നെയിം ആയിരുന്നു, ആ കുട്ടിയുടെ കൂടി നിക് നെയിം ആയിരുന്നു കേട്ടോ. അപ്പോൾ സാറയുടെ കൂടി നിക് നെയിം ആയിരുന്നു. അപ്പോൾ എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിക്കോസ് ഷീ ഓൾവേസ് ഹാഡ് സ്ക്രാപ്സ് ആൻഡ് ബ്രൂയിസസ് ഫ്രം പ്ലേയിങ് ഔട്ട്സൈഡ്. അവൾ പുറത്തു പോയി കളിക്കുമ്പോൾ ഒരുപാട് ഇങ്ങനെ മാന്തി പൊട്ടിയ പാടുകളൊക്കെ അവൾക്ക് ശരീരത്തിൽ ഉണ്ടാവുമായിരുന്നു. അതുകൊണ്ടാണ് അച്ഛൻ അവളെ പാച്ചസ് എന്ന് വിളിച്ചത് എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം കേട്ടോ. അപ്പോൾ ഉത്തരം ഏതാണ്? ആൻസർ ബിക്കോസ് ഷീ ഓൾവേസ് ഹാഡ് സ്ക്രാപ്സ് ആൻഡ് ബ്രൂയിസസ് കേട്ടോ. അവൾ കളിക്കാൻ പോയി വന്നു കഴിഞ്ഞാൽ എന്തായാലും അവിടെ ഇവിടെയൊക്കെ പൊട്ടി മാന്തിയൊക്കെ ഇരിപ്പുണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് അച്ഛൻ അവൾക്ക് ആ പേരിട്ട്. അതാണ് എൻ്റെ റൈറ്റ് ആൻസർ കേട്ടോ. സോ അടുത്ത ചോദ്യം നോക്കി. ഹൗ ഡസ് സാറ ഫീൽ അബൌട്ട് ദ ടെഡി ബിയർ? annoyed, indifferent, prized and comforting, scared. annoyed എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ടെഡി ബിയർ കാരണം അവർക്ക് ശല്യമാണ് ഉണ്ടായിരുന്നത്. ഇൻഡിഫറൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒരു വികാരം ഉണ്ടായിരുന്നില്ല ടെഡി ബിയറിനോട്. അതവിടെ ഇരുന്നാലും കുഴപ്പമില്ല, ഇല്ലെങ്കിലും കുഴപ്പമില്ല, അവൾക്ക് അത് നോക്കാൻ താല്പര്യമുണ്ട്. താല്പര്യമൊന്നുമല്ല, ഒന്നും തോന്നിയിരുന്നില്ല അവളോട് അതിനോട്. മൂന്നാമത്തത് പ്രൈസ്ഡ് ആൻഡ് കംഫർട്ടിങ്. അവൾക്ക് വളരെയധികം കംഫർട്ട് കൊടുക്കുന്ന, വളരെയധികം വില പതിക്കുന്ന ഒരു കാര്യമായിട്ടാണ് അവൾ കൊണ്ടു നടന്നിരുന്നത്. നാലാമത്തത് സ്കേഡ്. അവൾ പേടിച്ചിരുന്നു അതിനെ. ഏതായിരിക്കും പറ ആര്യ? Praised and comforting. Praised and comforting. Yes, right answer ആണ് ട്ടോ. Okay. What does the teddy bear symbolize for Sarah? Teddy bear symbolize for Sarah.
a toy, a piece of her dad, a silly thing, a good luck charm. Sneha. Yes, sir. Yes. A piece of her dad. A piece of her dad. Yes. അപ്പോൾ അവൾ എപ്പോഴും ആ ടെഡി ബിയറിനെ തൊടുമ്പോഴും പിടിക്കുമ്പോഴും അവളുടെ അച്ഛൻ്റെ ഒരു വാംത്ത് അവൾക്ക് ഫീൽ ചെയ്തിരുന്നു, ആ പ്ലസൻറ്റ് സ്മൈൽ അവൾക്ക് ഫീൽ ചെയ്തിരുന്നു എന്നതിനകത്ത് പറയണ്ടല്ലേ. പീസ് ഓഫ് ഹെർ ഡാഡ് അവൾക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത്. ഓക്കെ, ഗുഡ്, കറക്റ്റ് ആൻസർ കേട്ടോ. ഓക്കെ ഓക്കെ മക്കളെ, അപ്പോൾ ഇനി നിങ്ങൾക്ക് ഇതിനകത്ത് തരാൻ പോകുന്ന ഈ വർഷം മുതൽ, ഈ വർഷമല്ല കഴിഞ്ഞ വർഷം തുടങ്ങിയ പരിപാടിയാണ്, ഇനി തരാൻ പോകുന്ന ഒരു ചോദ്യം എന്താണെന്നറിയോ? ഇതിലെ ഏതെങ്കിലും ഒരു 4 സ്റ്റേറ്റ്മെൻറ്റ് വേറൊരു രീതിയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരും. എന്നിട്ട് ചോദിക്കും ഇതിനകത്ത് ഏതൊക്കെ സ്റ്റേറ്റ്മെൻ്റ് ആണ് റൈറ്റ്, ഏതൊക്കെ സ്റ്റേറ്റ്മെൻ്റ് ആണ് റോങ് എന്ന് ചോദിക്കും. മനസ്സിലായോണ്ടോ? അപ്പം അങ്ങനെ ഒരു സംഭവം ചോദ്യം വരാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചോദിക്കും, സാറ ഹാഡ് എ ടെഡി ബെയർ ഹൂസ് നെയിം വാസ് പാച്ചസ് എന്നായിരിക്കില്ല, പകരം പറയാ വേറെ എന്തെങ്കിലും പേരായിരിക്കും കേട്ടോ. അപ്പം അങ്ങനെ ഒരു പേര് തന്നുകൊണ്ട് പറയും, എന്ത് പറയും, ഇത് റൈറ്റ് ആണോ റോങ് ആണോ എന്ന് ചോദിക്കും. അപ്പം നിങ്ങൾക്ക് അറിയാലോ അത് റോങ് ആണെന്ന്, കാരണം അവൾക്കൊരു ടെഡി ബിയർ ഉണ്ടായിരുന്നു, ശരിയാണ്, പക്ഷേ അതിൻ്റെ പേര് പാച്ചസ് എന്നായിരുന്നു, അതിൻ്റെ പേര് വേറെ എന്തെങ്കിലും ആവാൻ പറ്റൂല കേട്ടോ. അപ്പോൾ ആ കാര്യം അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് മക്കൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നേരെ നിങ്ങൾ എന്തെഴുതി വെക്കണം, ട്രൂ എന്ന് എഴുതി, ഫോൾസ് എന്ന് എഴുതി വെക്കണം കേട്ടോ. ഒരു സ്റ്റേറ്റ്മെൻറ്റ് തെറ്റായി കണ്ടു കഴിഞ്ഞാൽ ആ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ നേരെ നിങ്ങൾ എന്തെഴുതി വെക്കണം, ഫോൾസ് എന്ന് എഴുതി വെക്കണം കേട്ടോ ക്വസ്റ്റ്യൻ പേപ്പറിൽ കേട്ടോ. അങ്ങനെ ചെയ്താലേ അത് ശരിയാവുള്ളൂ. അതിന് അടുത്ത വേറൊരു സ്റ്റേറ്റ്മെൻറ്റ് അവിടെ ഉണ്ടാകാം. ഇപ്പോൾ ഇതിനകത്ത് കൊടുത്ത പോലെ ഷീ ഹാഡ് ബീൻ ഹെർട്ട് വെൻ ഷീ വാസ് എ ബേബി കേട്ടോ. ഇവിടെ വരുന്നൊരു സീനുണ്ട്, നോക്കി കേട്ടോ. ഇറ്റ് വാസ് ഹെർ മോസ്റ്റ് പ്രൈസ്ഡ് പൊസഷൻ കേട്ടോ. അവളുടെ ഏറ്റവും പ്രിയപ്പെട്ട പൊസഷൻ ആയിരുന്നു എന്ന് പറയുന്നുണ്ട് അവിടെ അല്ലേ. അപ്പോൾ ചിലപ്പോൾ ഇങ്ങനെ എഴുതിയുണ്ടാവും, ഷീ കെയർഡ് ഇറ്റ് വെരി വെൽ, ഷീ കെയർഡ് ഇറ്റ് വെരി വെൽ. അത് അവൾ നന്നായി നോക്കിയിരുന്നു എന്ന് പറയുന്ന ഒരു സെന്റൻസ് ഉണ്ടാവും. അപ്പോൾ അത് ട്രൂ ആണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞൂടെ അല്ലേ. അപ്പോൾ അതിന് നേരെ നിങ്ങൾ എന്ത് എഴുതി വെക്കണം, ട്രൂ എന്ന് എഴുതി വെക്കണം. അങ്ങനെ ഈ ഒരു പാരഗ്രാഫിൽ നിന്നും ഈ പറഞ്ഞിരിക്കുന്ന കാര്യത്തെ പറ്റി ശരിയായിട്ടും തെറ്റായിട്ടും 4 സെന്റൻസുകൾക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരും. അതാണ് സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയാം കേട്ടോ, സ്റ്റേറ്റ്മെന്റ്സ്. അപ്പോൾ അവിടെ ചോദ്യത്തിൽ 4 സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവും, അത് കഴിഞ്ഞിട്ട് 4 ഓപ്ഷൻസും ഉണ്ടാവും കേട്ടോ. അപ്പോൾ സ്റ്റേറ്റ്മെന്റ്സിന്റെ നേരെയൊക്കെ നിങ്ങൾ എന്ത് എഴുതി വെക്കണം, ട്രൂ ഓർ ഫോൾസ് എന്ന് എഴുതി വെക്കണം. അതിനുശേഷം നിങ്ങളോട് താഴെ പറയും, ഈ മുകളിൽ കൊടുത്തിരിക്കുന്ന ഒന്നാമത്തെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണെന്ന് പറയും. അപ്പോൾ ചിലപ്പോൾ അതിൻ്റെ ഇടയിൽ ഓപ്ഷൻ കൊടുത്തിരിക്കുക, അതിൻ്റെ ഇടയിൽ 2ഉം 3ഉം സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണെന്നായിരിക്കും, ചിലപ്പോൾ 2 ട്രൂ ആണെന്നായിരിക്കും, ചിലപ്പോൾ 3 ട്രൂ ആണെന്നായിരിക്കും കൊടുക്കുക. അങ്ങനെ ആയിരിക്കും ഓപ്ഷൻസ് തരാം. അപ്പോൾ ഓപ്ഷൻസ് നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് മുകളിൽ ട്രൂ ഫോൾസ് നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടല്ലോ, അതിലേക്കൊന്ന് കണ്ണോടിച്ച് നോക്കാം കേട്ടോ. അപ്പോൾ ഓപ്ഷൻ പറയാണ്, ഒന്നാമത്തെ ഓപ്ഷൻ പറയാണ് സ്റ്റേറ്റ്മെന്റ് 1 and 2 ആർ ട്രൂ എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ നോക്കാം, സ്റ്റേറ്റ്മെന്റ് 1ന്റെ നേരെ നിങ്ങൾ ട്രൂ ആണ് എഴുതി വെച്ചിരിക്കുന്നത്, അല്ല ഫോൾസ് ആണ്. സ്റ്റേറ്റ്മെന്റ് 2ന്റെ നേരെ നിങ്ങൾ എഴുതി വെച്ചിരിക്കുന്നത് ഫോൾസ് ആണ്. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് 1 and 2 ട്രൂ എന്ന് പറഞ്ഞാൽ ശരിയാവില്ലല്ലോ, അപ്പോൾ ആ ഓപ്ഷൻ തെറ്റാണ്. അങ്ങനെ ഓരോ ഓപ്ഷൻ നിങ്ങൾ തിരഞ്ഞെടുക്കണം കേട്ടോ. അതാണ് ഇതിൻ്റെ ഇത് ഇങ്ങനെ ഒരു ചോദ്യം എന്തായാലും ഉണ്ടാവും കേട്ടോ. ഈ ഓപ്ഷൻ തിരഞ്ഞെടുക്കുന്ന ചോദ്യം എന്തായാലും ഉണ്ടാവും. അപ്പോൾ സ്റ്റേറ്റ്മെന്റ്സിന്റെ നേരെ ട്രൂ ഫോൾസ് നിങ്ങൾ എഴുതി വെച്ചാലേ അത് തെറ്റായിരിക്കുള്ളൂ. കാരണം നമ്മളിത് പലപ്പോഴും പരീക്ഷിച്ചപ്പോഴും വളരെ സിമ്പിളായിട്ട് പറയാവുന്ന ശരി ഉത്തരം ഇങ്ങനെ നോക്കുമ്പോൾ തെറ്റിയത് കൊണ്ട് അത് തെറ്റായി നിങ്ങൾ എഴുതി പോകാറുണ്ട് കേട്ടോ. വളരെ നന്നായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ ഉത്തരവായിരിക്കും, പക്ഷെ എന്നാലും ചെറിയൊരു അശ്രദ്ധ കൊണ്ട് അത് തെറ്റിപ്പോകാറുണ്ട്. അങ്ങനെ തെറ്റാൻ വേണ്ടി തന്നെയാണ് അങ്ങനെ ചോദ്യമൊക്കെ തരുന്നത് കേട്ടോ, നിങ്ങളുടെ അശ്രദ്ധേനെ അളക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് പിടിക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാവരും നിൽക്കട്ടെ. നമ്മളുടെ ഈ സ്റ്റഡി സർക്കിൾ തൽക്കാലത്തേക്ക് നമുക്കിപ്പോൾ അവസാനിപ്പിക്കാം. നമുക്ക് ക്ലാസ് 6:30 സ്റ്റാർട്ട് ചെയ്യും. യെസ്.